നമുക്കറിയാം മാസങ്ങളായി ഗാസയിൽ നരഹത്യ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഞാൻ ഈ നെതന്യാഹുവിനെ ഭീകരവാദി എന്നു തന്നെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോൾ ആ ഭീകരവാദി എന്നുള്ളതിന് കൃത്യമായ അർത്ഥവും മാനവും വന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. കാരണം മലയാളത്തിൽ ഒരു മീഡിയയും ഒരു യൂട്യൂബ് ചാനലും അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് വളരെ നിസ്സംശയം യാതൊരുവിധ അക്കശിക്കക്കും ഇടയില്ലാതെ നെതന്യാഹു ഒരു ഭീകരവാദിയാണെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. എന്നാൽ ഇന്ന് ലോകം ട്രീറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തെ ഒരു ഭീകരവാദിയെ, ഒരു തീവ്രവാദിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് പറയാനുള്ളത്. ഇന്നലെ നമുക്കറിയാം 2-3 ദിവസങ്ങളായി UN ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി നെതന്യാഹു പോകുന്നത്, അതായത് ഇസ്രയേൽ പ്രധാനമന്ത്രി പോകുന്നത് പല രാജ്യങ്ങളുടെ എയർ സ്പേസുകളും ഉപയോഗിക്കാൻ അവർ അനുവദിക്കാത്തത് കൊണ്ട് റൂട്ട് തിരിച്ചു വിട്ടുകൊണ്ടാണ്. അതായത് ഒരു തീവ്രവാദിയോ ഒരു ഭീകരവാദിയോ പോകുന്നത് പോലെ ഒരു UN അംഗീകരിച്ച രാഷ്ട്രത്തിൻ്റെ തലവൻ പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ യൂറോപ്പ് ഏത് രീതിയിലാണ് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നത്, അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്? തീർച്ചയായും ഒരു ഭീകരവാദിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു പ്രധാനമന്ത്രിക്ക് തങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അനുമതി കൊടുക്കാത്ത രീതിയിലേക്ക്, അവസ്ഥയിലേക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അതിന് ശേഷം നമുക്കറിയാം ഈ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു വരുന്ന സമയത്ത് സദസ്സിലുള്ള മുഴുവൻ ഏകദേശം ലോക നേതാക്കളും കൂകി വിളിച്ച് എഴുന്നേറ്റ് പോയി എന്നുള്ളതാണ്. ഇത് ഇദ്ദേഹത്തെ ഒരു തീവ്രവാദിയായി, ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക തലവനായല്ല ഇദ്ദേഹത്തെ ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള ഇദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട യാതൊരുവിധ ആദരവുകളും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഭീകരവാദിയെയോ ഒരു തീവ്രവാദിയെയോ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ലോക നേതാക്കൾ ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ദിവസങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും, ഫ്രാൻസ്, UK പോലെയുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചു വരികയും ഇസ്രയേലിൻ്റെ ഗാസയിലെ യുദ്ധത്തെപ്പറ്റി വളരെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയും ഗാസയിൽ എത്രയും പെട്ടെന്ന് സമാധാനം തിരിച്ചു കൊണ്ടുവരണമെന്ന് വാൺ ചെയ്യുകയും ചെയ്തിങ്ങനെ വരികയാണ്. സ്പെയിന് പോലെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും അതുപോലെ ഈ ഇസ്രയേലിനെതിരെയും IDFൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഫലസ്തീനെ അംഗീകരിക്കാത്ത ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ പോലും നയമാറ്റത്തിന് ഒരുങ്ങുന്ന എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഇന്നലെ 50ഓളം കപ്പൽ വ്യൂഹങ്ങൾ സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട അവർക്ക് നേരെ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ സ്പെയിനിനൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധക്കപ്പൽ വിട്ടുകൊടുത്ത് ഈ കപ്പൽ വ്യൂഹത്തിന് എസ്കോട്ട് ഏർപ്പെടുത്തിയതും മറ്റുമൊക്കെ യൂറോപ്പിലെ ഇനി ബാലൻസ് ഉള്ള രാജ്യങ്ങൾ കൂടി ഈ ഫലസ്തീനെ അംഗീകരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇസ്രയേലിന് എതിരാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൈന് കൂടിയാണ്. ഇത്തരത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു യൂറോപ്യൻ രാജ്യങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കാതെ പോകാനുള്ള കാരണമെന്ന് പറയുന്നത്, അദ്ദേഹം അവരുടെ എയർ സ്പേസ് ഉപയോഗിച്ച് യാത്ര ചെയ്താൽ ഒരുപക്ഷെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കേസുള്ളത് കൊണ്ട്, അറസ്റ്റ് വാറണ്ട് ഉള്ളത് കൊണ്ട് ആ രാജ്യങ്ങൾ ഒരുപക്ഷെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന് ഭയന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. മറ്റൊരു അന്തർദേശീയ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ ആ രാജ്യങ്ങളോട് അനുമതി തേടുകയും അവർ അത് നിഷേധിക്കുകയും ചെയ്തത് കൊണ്ടാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത അന്തർദേശീയ മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം ആരെയാണ് അറസ്റ്റ് ചെയ്യുക? സാധാരണ അറസ്റ്റ് ചെയ്യുന്നത് തീവ്രവാദികളെയും ഭീകരവാദികളെയുമാണ് എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ വലിയ കുറ്റങ്ങൾ ചെയ്തവരെയാണ്. അന്തർദേശീയ നിലവാരത്തിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെങ്കിൽ അദ്ദേഹം ഒരു തീവ്രവാദിയോ മറ്റോ ആയ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ, UN അംഗീകരിച്ച ഒരു രാജ്യത്തിൻ്റെ തലവനെതിരെ ICC ക്രിമിനൽ കോർട്ട് ഇത്തരത്തിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ കുറ്റം ചെയ്ത ആളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ലോകം നെതന്യാഹുവിനെ ഇപ്പോൾ ഒരു ഭീകരവാദിയായി ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്
എനിക്ക് ഇന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത്, ആദ്യമായി ഒരു അമേരിക്കൻ ടെക് കമ്പനി ഇസ്രയേലിലെ IDF-ന് ചില സേവനങ്ങൾ നിർത്തിവെച്ചു എന്നുള്ളതാണ്. ഇത് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇക്കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തത്, ഞങ്ങളുടെ ചില സേവനങ്ങൾ ഇസ്രയേലിൽ ഇനി ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ്. IDF-ന് ഞങ്ങൾ ഇതുവരെ നടത്തിയിരുന്ന ഞങ്ങളുടെ AI ക്ലൗഡ് സേവനങ്ങൾ ഞങ്ങൾ നിർത്തുകയാണ് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ AI ക്ലൗഡ് സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീനിലെ സാധാരണക്കാരായ ആളുകളെ നിരീക്ഷിക്കുകയും എന്നിട്ട് കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ IDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അവരുമായുള്ള എഗ്രിമെന്റിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് എതിരാണെന്നും, അങ്ങനെ ഇസ്രയേൽ IDF നിർദ്ദേശങ്ങൾ ലംഘിച്ചതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ IDF-നുള്ള സേവനങ്ങൾ നിർത്തുകയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഈ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ടെക് കമ്പനി അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ അമേരിക്കൻ ടെക് കമ്പനികൾ പോലും ഇസ്രയേലിന് ഇപ്പോൾ പ്രവർത്തനം നിർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്രയേലിനെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും IDF-നെയും ഒക്കെ ലോകം ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഭീകരവാദി എന്ന നിലയിലും ഒരു തീവ്രവാദ രാജ്യം എന്ന നിലയിലുമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അടുത്തായി അമേരിക്കയുടെ മേൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും ശക്തമായ സമ്മർദ്ദമേറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അമേരിക്ക എക്കാലത്തും, കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതുപോലെ, ഞാൻ ഇസ്രയേലിൻ്റെ സൈഡാണ്, എൻ്റെ ജീവിതകാലം ഇസ്രയേലിൻ്റെ സൈഡാണ് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ആ പറച്ചിൽ പോലും ഒരു ജൂത ലോബിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ എന്നാൽ പോലും അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്, വെസ്റ്റ് ബാങ്കിൽ ഒരു അധിനിവേശം, വെസ്റ്റ് ബാങ്ക് തീർച്ചയായും പിടിച്ചെടുക്കുക എന്നതിലേക്ക് ഇസ്രയേലിനെ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ, ഏകദേശം 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ, ഇസ്രായേൽ ഈസ് വെരി സ്മോൾ, ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണെന്ന് നമുക്കറിയാം എന്നുള്ളൊരു മറുപടി പറഞ്ഞ് ചിരിച്ചിരുന്നു ട്രംപ്. അതായത് ഇസ്രയേലിനെ വലുപ്പമാക്കാൻ ഗ്രേറ്റർ ഇസ്രയേലിൻ്റെ ഭാഗമായി വെസ്റ്റ് ബാങ്ക് പിടിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയാതെ പറയുകയായിരുന്നു ട്രംപ്. എന്നാൽ അതേ ട്രംപ് ഇപ്പോൾ പറയുന്നത് വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ്. ഇത് ലോകരാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സമ്മർദ്ദം ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും മേലിൽ കൂടിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നയമാറ്റം അമേരിക്കക്കുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ UN-ൽ ഇന്ന് അരങ്ങേറിയ സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തലവിന് ചരിത്രത്തിൽ ഇന്നുവരെ നേരിടേണ്ടി വരാത്ത രീതിയിലുള്ള സംഭവവികാസങ്ങളാണ്. ലോകരാജ്യങ്ങളിലെ നേതാക്കൾ എഴുന്നേറ്റ് പോയി എന്ന് മാത്രമല്ല, കൂകി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. അത് മാത്രവുമല്ല, അദ്ദേഹം UN-ൽ പ്രസംഗിക്കുമ്പോൾ UN ആസ്ഥാനത്തിന് പുറത്ത് വാഷിങ്ടണിൽ വളരെ ശക്തമായ പ്രതിഷേധം ഇസ്രയേലിനെതിരെ, നെതന്യാഹുവിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഭീകരവാദിയെ, ഒരു തീവ്രവാദിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലോകം ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.